ഒരു ഉച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയല്ല, ഒരു 11:30 ആയിട്ടുണ്ട്. ഒരാളത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കൊണ്ടുവിരിക്കണം. അപ്പം അതൊന്ന് എടുക്കാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ വിരിക്കാൻ വേണ്ടി നമ്മൾ ടെറസിൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ നല്ല വെയിലുണ്ട്. രാവിലെ ഞാൻ കുറച്ച് കഴുകിയിട്ട് കൊണ്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബാക്കി പിന്നെ കഴുകിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ ആണ്. അപ്പോൾ തൊട്ട് കുറച്ച് കാടുണ്ട്. പിന്നെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 1-2 വീടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പാടത്തിൻ്റെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഈ നട്ടുച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ വ്യൂ ഒന്നും നോക്കാനേ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ നമ്മൾ ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി വാഷ് നടക്കണില്ല ഡ്രസ്സ്. വീക്കിലിയോ 2-3 ദിവസം കൂടി ഇരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിരിക്കും ഡ്രസ്സ്. ഞാൻ മുന്നേയൊക്കെ അന്നന്ന് തന്നെ വാഷ് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് താമസത്തൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ എണീക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോകണ്ടായെന്ന് ഓർത്തിട്ടെ. അപ്പം നമ്മൾ കുറച്ച് തുണി ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇതാ ഇർഫാൻ വിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു വീടാണത് കേട്ടോ. പിന്നെ അതാ ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്. പിന്നെ അതിപ്പോൾ എന്തായാലും ഓപ്പൺ അല്ല സ്കൂള്, കുറച്ചായിട്ട് അടച്ചിട്ടേക്കാണ്. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് നേരത്തെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു മുട്ടച്ചോറ് പോലെ ഉണ്ടാക്കിയേക്കാണ്. സ്പെഷ്യൽ എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മുട്ട പുഴുങ്ങിയിട്ടൊക്കെ. അപ്പം പിന്നെ ഇർഫാൻ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടെന്ന് പറയാം, തൈരും പിന്നെ പപ്പടവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവൻ പറഞ്ഞു അത് കൂട്ടി കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മസാല ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല അതിലേക്ക്. അപ്പം പിന്നെ എന്താ പറയുക, അവനത് മതിയെങ്കിൽ പിന്നെ എനിക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. ഞാൻ പിന്നെ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് നാരങ്ങ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അതാ കിച്ചൻ്റെ ബാക്കിലോട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ജനൽ തുറന്നാൽ കാണുന്ന ഇതാണ്. പിന്നെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് ഉച്ച സമയം ആയതുകൊണ്ടേ. പിന്നെ ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മുടെ സൺഡേ നിൽക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും മുട്ടച്ചോറോ തക്കാളിച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ പിന്നെ സാധാ ചോറ് തന്നെ ആയിരിക്കും. അതിലൂടെ നല്ല മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ചിട്ട് അങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. കാരണം നമ്മൾ ജോലിക്ക് വന്നിട്ട് ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടലില്ല. ചില ദിവസങ്ങളിൽ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം അത് തന്നെ എടുക്കാറുള്ളത്. ഇപ്പം നമ്മൾ മാക്സിമം സൺഡേ കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ദിവസം നമ്മൾ സാധാ ചോറ് തന്നെ ആയിരിക്കും. പിന്നെ രാവിലെ വല്ല ഓട്സിൻ്റെ അങ്ങനത്തെ ഐറ്റംസ് കഴിക്കും. നൈറ്റ് ദോശ അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇർഫാൻ നിറയെ എന്താ പറയുക തൈര് വേണം. എനിക്കാണെങ്കിൽ അതിലെ സവാളയും മറ്റേ തക്കാളിയൊക്കെ വേണം. അപ്പോൾ ഞാൻ കൂടുതലും തൈര് അവന് വെച്ചിട്ട് മറ്റേ സംഭവങ്ങൾ മാത്രം ഞാൻ എടുക്കും കേട്ടോ. പിന്നെ അച്ചാറുണ്ടല്ലോ, ഇതെനിക്ക് ഒരു ഷോപ്പിൽ പോയ സമയത്ത് അവിടുന്ന് ഷോപ്പിലല്ല, നമ്മൾ ഫുഡ് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. എന്തായാലും ഇപ്പം അത് ഉപകാരപ്പെട്ടു, ഇതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സലാഡും പപ്പടവും അച്ചാറും പിന്നെ മുട്ടയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാം. അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആയിട്ട് കുറച്ച് റൈസ് കുറയ്ക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒരു ഡയറ്റ് എടുക്കാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡയറ്റ് കേൾക്കുമ്പോൾ ഇർഫാൻ അപ്പം ചിരി വരും കേട്ടോ. കുറേ ആയിട്ട് ഈ കേൾക്കുന്നതുകൊണ്ടായിരിക്കുമേ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, കഴുകി വെക്കാണ് കേട്ടോ. പിന്നെ ഞാൻ അപ്പം ഫുഡ് കഴിക്കണ പാത്രം ആ സമയം തന്നെ കഴുകുന്നതുകൊണ്ട് അധികം പാത്രങ്ങൾ കഴുകാനില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ഈ ബോക്സിൽ മീനിൻ്റെ തലയാണ്. നമ്മളിവിടെ മീൻ വാങ്ങിക്കുന്ന കഴിയുമ്പോൾ മീൻ വൃത്തിയാക്കിയിട്ടേ ഞാൻ ആ തല ഇത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. നമുക്കിവിടെ 1-2 പൂച്ചകളുണ്ടായിരുന്നു. അപ്പം പിന്നെ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ചത്ത് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പൂച്ചയുണ്ട് കേട്ടോ, അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെളി വെച്ചതാണ് കേട്ടോ. പിന്നെ അത് അവൾക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇവളാണ് ആള് കേട്ടോ. ഭയങ്കര എന്താ പറയുക, പാവമാണ്, ഭയങ്കര സ്നേഹം. വിളിക്കുമ്പോഴേ ഓടി വരും. എന്താ പറയുക, പേടിച്ചിട്ടല്ല അവൾ ബാക്കിലോട്ട് പോകുന്നത് കേട്ടോ. അവൾക്ക് ആ തിന്നാനുള്ളൊരു വെപ്രാളം കൊണ്ടാണ്. പിന്നെ ഈ തണുത്തിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് മടി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഞാൻ എന്താ ഓരോന്നെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവക്ക് നിലത്തിട്ടല്ല ഫുഡ് കൊടുക്കൽ, കാരണം ഞാൻ പാത്രത്തിൽ വെച്ചാണ് കൊടുക്കൽ. പക്ഷേ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ ഇവളത് വായും കൊണ്ട് കടിച്ച് പുറത്തെടുത്തിടും. പിന്നെ നിലത്തിട്ട് തന്നെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇല വെച്ചിട്ട് അതിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ തണുപ്പായതുകൊണ്ട് ഞാൻ ഓരോന്നെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ അവൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അവൾ കുറച്ച് നേരം കഴിക്കുന്ന നോക്കി എന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാവേ.